Hello everyone, welcome to Pranita Other C tutorial. അപ്പോൾ എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഹാർബർ എഞ്ചിനീയറിംഗിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ 2017 നടന്ന എക്സാമിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള അതിന്റെ ഡിസ്കഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഞാൻ അപ്പോൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഞാൻ സ്ഥിരം പറയുന്ന മാതിരി തന്നെ നിങ്ങൾ ഇതിൽ ഞാൻ മാക്സിമം 99.9% കൃത്യമായിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷെ എന്നാലും എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ നിങ്ങൾ അത് നോട്ടിഫൈ ചെയ്യുകയാണെങ്കിൽ ഞാനത് ഒന്നുകൂടി നോക്കുന്നതായിരിക്കും. അതല്ലാതെ എനിക്ക് തന്നെ കണ്ടിട്ട് പിന്നെ അത് തെറ്റാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് കമന്റ് സെക്ഷനിലിടും. അപ്പം ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് ഒന്ന് കമന്റ് ബോക്സും കൂടി നോക്കുക. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും വരരുതെന്ന് എനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള എന്താന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇന്ന വീഡിയോ ചെയ്യാൻ, ഇന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇന്ന ഒരു എന്താ പറയാ ഒരു ആൻസർ കീ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റിക്വസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത് ഏത് പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഏത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരിക്കും. അപ്പം എനിക്ക് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നു 2017 ഹാർബർ എഞ്ചിനീയറിംഗ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. പിന്നെ നിങ്ങൾ ഓവർസിയർ ഒക്കെ അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അല്ലെങ്കിൽ എപ്പോൾ നടന്നതാണ് എന്തിൻ്റെ എക്സാം അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിലെ ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻസും ജനറൽ നോളജ് ആണ്. അപ്പം ഞാൻ നോക്കുന്നില്ല. പിന്നെ 21 ക്വസ്റ്റ്യൻ കട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ 22nd ക്വസ്റ്റ്യൻ മുതലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. For 22nd question, if a water tank partially filled with water is being carried on a truck moving with a constant horizontal acceleration, the level of liquid will. അപ്പം ഇങ്ങനെ ആക്സിലറേഷനിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പം ഈ ഒരു ടാങ്കിൽ വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അതിന്റെ വാട്ടർ ലെവൽ ഓഫ് ലിക്വിഡ് ഉണ്ടാവുക. അപ്പൊ അതായത് റൈസ് ഓൺ റിയർ സൈഡ് ആൻഡ് ഫോൾ ഓൺ ഫ്രണ്ട് സൈഡ്. ഇപ്പൊ ഈ മൂവ്മെന്റ് ഇങ്ങനെയാണ് വാട്ടർ ടാങ്കിന്റെ. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് സൈഡിൽ ഫോളും റിയർ സൈഡിൽ റൈസും ആണ് ഉണ്ടാവുക. അപ്പൊ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി 23rd ക്വസ്റ്റ്യൻ, ദി യൂണിറ്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ഇസ്. അപ്പം ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുക കേട്ടോ. പിന്നെ ചില ക്വസ്റ്റ്യൻസ്, ഇത് വീഡിയോ മുഴുവൻ കാണുക. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കഴിഞ്ഞ അതായത് 2020 സ്റ്റാർട്ടിങ്ങിൽ നടന്ന ഫെബ്രുവരിയിൽ നടന്നിട്ടുണ്ടായിരുന്ന ഇറിഗേഷന്റെയും PWDന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്തവർ കാണുക. അതിൽ രണ്ടിലും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഇതിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. അത് വരുമ്പം നമുക്ക് കാണാം. അപ്പം മുഴുവൻ വീഡിയോയും കാണുക നിങ്ങൾ. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 24th question, in a Bernoulli's equations used in pipe flow, each term represents. അപ്പൊ Bernoulli's equation എന്ന് പറയുന്നത് P by rho g plus V square by 2g plus Z is equal to constant. അതായത് P1 by rho 1g plus V1 square by 2g plus Z1 is equal to P2 by rho 2g plus V2 square by 2g plus Z2. അങ്ങനെ. അപ്പം ഇതില് P by rho g എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ആണ്. അതായത് റോ എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോള്യൂം ആണല്ലോ, ഇൻറ്റു ജി. അപ്പൊ വെയിറ്റ് ബൈ വി, അതായത് യൂണിറ്റ് വെയിറ്റ് ആണത്. അപ്പം ഈ ഈച്ച് ടേം ഇൻ ദിസ് റെപ്രസെന്റ് എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ആണ്. അപ്പൊ ഈ ആണ് കറക്റ്റ് ആൻസർ. ഇനി 25th ക്വസ്റ്റ്യൻ, for steady incompressible flow through a closed conduit of uniform cross section, the direction of flow will always be. അപ്പൊ അതിന്റെ ആൻസർ ഫ്രം ഹയർ ടു ലോവർ പീസോമെട്രിക് ഹെഡ് ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. പിന്നെ അത് കഴിഞ്ഞ് 26th ആൻസർ കട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ 27th ക്വസ്റ്റ്യൻ ആണ്, ദ മെറ്റാസെന്റർ ഇസ്. അപ്പൊ മെറ്റാസെന്റർ എന്ന് പറഞ്ഞ ഒരു ഫ്ലോട്ടിംഗ് ബോഡി, ഇതുപോലെയുള്ള ഒരു ഫ്ലോട്ടിംഗ് ബോഡി നമ്മൾ അതിനൊരു ചെറിയ ടിൽറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പോയിന്റിന്റെ എബൌട്ട്, എം എന്ന് പറഞ്ഞൊരു പോയിന്റിന്റെ എബൌട്ട് ആയിരിക്കും അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുക. ആ പോയിന്റിനെയാണ് മെറ്റാസെന്റർ എന്ന് പറയുക. അപ്പൊ നമ്മുടെ ഇനീഷ്യലി ഉണ്ടായിരുന്ന ജിയും ബിയും, അതായത് സെൻട്രോയിഡും പിന്നെ ബോയൻസിന്റെ സെന്ററും, അത് ഇവിടെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ളതിന്റെ സെന്റേഴ്സ് G1 ഉം B1 ഉം ആണ്. അപ്പം അതിനെ രണ്ടിനെയും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് മെറ്റാസെന്റർ എന്ന് പറയുന്നത്. അപ്പം മെറ്റാസെന്റർ ഇസ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ബോയൻ ഫോഴ്സ് ആൻഡ് സെന്റർ ലൈൻ ഓഫ് ബോഡി. അപ്പൊ ഡി ആണ് കറക്റ്റ് ആൻസർ.
അപ്പോൾ 28 ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു വെഞ്ചുറിമീറ്റർ. അപ്പോൾ വെഞ്ചുറിമീറ്ററിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വെഞ്ചുറിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ട്, വെഞ്ചുറിമീറ്ററിന്റെ ഫിഗർ. ഇതിന്റെ ഇനീഷ്യൽ ഡയമീറ്റർ D1 ആണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ത്രോട്ടിൽ എത്തുമ്പോൾ അതിന്റെ ഡയമീറ്റർ D2 ആവും, ഒരു സ്മോളർ ഡയമീറ്റർ D2 ആവും. അത് കഴിഞ്ഞിട്ട് ഒരു ഡിവേർജൻ സെക്ഷൻ ഉണ്ട് D1 ഡയമീറ്ററിലേക്ക് എത്തുന്നത്. അപ്പൊ ഇത് കൺവേർജ് ചെയ്യുന്ന ഒരു സെക്ഷൻ ആണ്, ഇങ്ങനെ കൺവേർജ് ചെയ്യാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ത്രോട്ട് സെക്ഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ലെങ്ത് കൂടിയൊരു ഡിവേർജൻ സെക്ഷൻ. അങ്ങനെയാണ് ഇതുള്ളത്. അപ്പൊ D1 നടുവിൽ D2. അപ്പം ഈ കൺവേർജൻ സെക്ഷനിൽ നമുക്കറിയാം A1 V1 is equal to E2 V2 എന്ന്. അപ്പൊ നമുക്ക് ഏരിയ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വെലോസിറ്റി കൂടും. അപ്പം ഈ D2 എത്തുന്ന സമയത്ത് വെലോസിറ്റി ഇവിടെ കൂടുതലായിരിക്കും. അപ്പൊ വെലോസിറ്റി കൂടുന്ന സമയത്ത് P/ρg plus V²/2g plus Z കോൺസ്റ്റന്റ് ആണെന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ P വെലോസിറ്റി കൂടുമ്പം പ്രഷർ കുറയും. അപ്പം ഈ D2ന്റെ സ്ഥലത്ത് പ്രഷർ കുറവായിരിക്കും. അപ്പൊ നമ്മുടെ ഈ ലിക്വിഡ് ഇങ്ങനെ ഒരു ഫ്ലോ ചെയ്ത് വരുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അതിന്റെ പ്രഷർ കുറഞ്ഞു വരുമ്പോൾ ഒരു ഫ്ലോ സെപ്പറേഷൻ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ D2/D1 എന്ന് പറയുന്ന റേഞ്ച് 1/3 to 1/2 എന്നുള്ള റേഞ്ചിൽ ഫിക്സ് ചെയ്യണം. അപ്പൊ അത് ടു അവോയ്ഡ് ഫ്ലോ സെപ്പറേഷൻ ആണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഡിവേർജൻ സെക്ഷനിൽ എത്തുന്ന സമയത്ത് നമ്മുടെ ഫ്ലോന്റെ ഏരിയ കൂടുകയാണല്ലോ, അപ്പൊ നമ്മുടെ വെലോസിറ്റി കുറയും. അപ്പൊ വെലോസിറ്റി കുറയുമ്പോൾ പ്രഷർ കൂടും. അപ്പൊ പ്രഷർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വോളിൽ നിന്ന് ബ്രേക്ക് അവേ ചെയ്യാൻ ആ ഫ്ലൂയിഡ് ഇവിടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് ഈ വോളിൽ നിന്ന് ഇങ്ങനെ ബ്രേക്ക് അവേ ചെയ്യാനുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും, കാരണം പ്രഷർ കൂടുതലാണ്. പിന്നെ അതേമാതിരി തന്നെ ഫ്രിക്ഷൻ ലോസും കൂടും. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിവേർജൻ ലെങ്ത് എന്ന് പറയുന്നത് കൺവേർജൻ ലെങ്ത്തിന്റെ 3 to 4 ടൈംസ് ഗ്രേറ്റർ ആയിട്ട് നമ്മൾ വെക്കും. അതാണ് ഇതിന്റെ ഡിസൈൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് എന്താ ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇതിൽ ഏതാണ് നോട്ട് കറക്റ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് തന്നിരിക്കുന്നത് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ ദ മെയിൻ പൈപ്പ് ഇസ് ഗ്രേറ്റർ ആൻഡ് പ്രഷർ ഇസ് ലെസ്സർ ദാൻ ദാറ്റ് ഓഫ് at the throat section. അപ്പൊ വെലോസിറ്റി ഓഫ് മെയിൻ പൈപ്പ് കൂടുതലാണ് ആൻഡ് പ്രഷർ ഇസ് ലെസ്സർ ദാൻ ദാറ്റ് അറ്റ് ദ ത്രോട്ട് സെക്ഷൻ. അപ്പൊ അത് കറക്റ്റ് അല്ല, കാരണം വെലോസിറ്റി കൂടുതൽ ത്രോട്ടിലാണ് ഉള്ളത്. അപ്പൊ അത് കറക്റ്റ് അല്ല. അപ്പൊ 1 നോട്ട് കറക്റ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ ദ മെയിൻ പൈപ്പ് ഇസ് ലോവർ ആൻഡ് പ്രഷർ ഇസ് ലാർജർ ദാൻ ദാറ്റ് അറ്റ് ദ ത്രോട്ട് സെക്ഷൻ. അപ്പൊ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെയിൻ പൈപ്പ് ആൻഡ് ത്രോട്ട് സെക്ഷൻ ഇസ് പോസിറ്റീവ്. അപ്പം പ്രഷർ ഡിഫറൻസ് മെയിൻ പൈപ്പും ത്രോട്ട് സെക്ഷനും. അപ്പം മെയിൻ പൈപ്പില് പ്രഷർ വെലോസിറ്റി ഇവിടെ എത്തുമ്പം കൂടുകയാണെങ്കിൽ പ്രഷർ ഇവിടെ കുറവും, പ്രഷർ ഇവിടെ കൂടുതലുമായിരിക്കും. ഇപ്പൊ ഇവിടെ P1 ആണെങ്കിൽ P1 - P2 എന്ന് പറയുന്നത് വെലോസിറ്റി ഇവിടെ കൂടുതലായതുകൊണ്ട് തന്നെ പ്രഷർ കുറവാണ്. അപ്പൊ P2 ലെസ്സർ ദാൻ P1 ആണ്. അപ്പൊ ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പം അതൊരു കറക്റ്റ് ആൻസർ ആണ്. ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൻ പൈപ്പ് ആൻഡ് ത്രോട്ട് സെക്ഷൻ ഇസ് പോസിറ്റീവ്. അതൊരു കറക്റ്റ് ആണ്. അപ്പം പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൻ പൈപ്പ് ആൻഡ് ത്രോട്ട് സെക്ഷൻ ഇസ് നെഗറ്റീവ് എന്ന് പറയുന്നതാണ് ഇൻകറക്റ്റ്. അപ്പൊ 1 and 4 ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പം വിച്ച് ഇസ് നോട്ട് കറക്റ്റ് 1 and 4 ആണ്. അപ്പൊ A ആണ് കറക്റ്റ് ആൻസർ. For 29th question, in a Francis turbine, the runner blades are radial at the inlet and discharge leaves the runner radially at the exit. For the turbine, 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ B ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. The absolute velocity is radial at the outlet. ഇനി അടുത്ത 30th question, a centrifugal pump has its impeller of 50 centimeter diameter at inlet and it rotates at 1200 rpm. The tangential velocity of the impeller at the inlet is. അപ്പൊ πdn/60 ആണ് ടാൻജൻഷ്യൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ. അപ്പൊ D തന്നിട്ടുണ്ട് 50 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.5 മീറ്റർ. പിന്നെ അതേമാതിരി N തന്നിട്ടുണ്ട് റൊട്ടേറ്റ്സ് അറ്റ് 1200 rpm. അപ്പൊ πdn/60 ഇട്ടിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടും 10 pi meter per second എന്ന്. അപ്പൊ B ആണ് കറക്റ്റ് ആൻസർ. ഇനി 31st question, a test used for determine the biological quality of drinking water is. അപ്പൊ അത് കോളിഫോം ടെസ്റ്റ് ആണ്. B ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ഇതൊന്നുമില്ല. ഇനി അടുത്ത 38th question,
Which of the following factors contribute to the formation of photochemical smog? അപ്പോൾ 1, 2, 3 ഇതാണ്. കാർബൺ മോണോക്സൈഡ് ഇല്ല, സ്റ്റേബിൾ അറ്റ്മോസ്ഫിയറും NOx. എക്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വാല്യൂ, NO2 നൈട്രേറ്റ്സ് ഒക്കെ, പിന്നെ സോളാർ ഇൻസലേഷൻ. അപ്പൊ ഇത് മൂന്നുമാണ്. അപ്പം D ആണ് correct answer. Any 39th question. During consolidation process of clay soils, indicate the sequence of uh, the sequence of occurrence of the following events in the order of first to last. അപ്പൊ കൺസോൾട്ടേഷൻ നടക്കുമ്പം എങ്ങനെയായിരിക്കും പ്രോസസ്സ് ഉണ്ടാവുക? ആദ്യം തന്നെ നമ്മൾ കൊടുക്കുന്ന ലോഡ് ഇങ്ങനെ ഒരു സംഭവമാണ് സോയിലിന്റെ, അതിൽ വാട്ടർ ഉണ്ടാവുമല്ലോ. അപ്പൊ ആദ്യം നമ്മൾ കൊടുക്കുന്ന ലോഡ് എടുക്കും. പോർ വാട്ടർ, ഇവിടെ ഉണ്ടായിരുന്ന പോർ വാട്ടർ എടുക്കും. അപ്പൊ ആ പോർ വാട്ടർ എടുത്തതിന് ശേഷം ഈ പോർസിൽ നിന്ന് ഈ വാട്ടർ ഡ്രെയിൻ ഔട്ട് ആവും ഈ പ്രഷർ കാരണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ലോഡാണ് നമ്മുടെ ഈ സോയിൽ, ഇവിടെ ഉണ്ടായിരുന്ന സോയിൽ ഗ്രെയിൻസ് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ലോഡ് ഇസ് ബീങ് ടേക്കൺ ബൈ വാട്ടർ, പിന്നെ ഡ്രെയിനേജ് വാട്ടർ ഫ്രം ദ പോർസ് ഓഫ് ദ സോയിൽ, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ലോഡ് ബീങ് ടേക്കൺ ബൈ സോയിൽ ഗ്രെയിൻസ്. അപ്പൊ 1, 3, 2 ആണ് കറക്റ്റ് ഓർഡർ. അപ്പൊ അതാണ്. ഇനി അടുത്ത 40th question. The local score depth in front of a semicircular shaped rectangular pier having width equal to W aligned parallel to the flow below the surrounding bed is. അപ്പൊ അതിന്റെ ആൻസർ 2W ആണ്. A ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത 41st question. Soundness test of cement is carried out by to determine its. അപ്പൊ സൗണ്ട്നെസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ട്നെസ് ടെസ്റ്റ്, സൗണ്ട് ആണ് ഒരു സിമെന്റ് എന്നുണ്ടെങ്കിൽ അതിന് വോള്യൂം എക്സ്പാൻഷൻ അധികം ഉണ്ടാവില്ല. അപ്പൊ സൗണ്ട്നെസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ലൈം കണ്ടന്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പം A ആണ് കറക്റ്റ് ആൻസർ. പിന്നെ 42nd question. What treatment is adopted for making timber fire resistant? അപ്പം ACD ഇത് മൂന്നും, ACU ട്രീറ്റ്മെന്റും ടാറിങ്ങും ക്രയോസൈറ്റിങ്ങും പ്രിസർവേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്, പ്രിസർവേഷന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ഏബൽസ് പ്രോസസ് ആണ് ഫയർ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്. B ആണ് കറക്റ്റ് ആൻസർ. ഇനി 43rd question. അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊക്കെ, ഈ ACU ടാറിങ് ഇതിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പൊ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇനി 43rd question. Which of the following statements are the important characteristics of slow sand filter? അപ്പൊ സ്ലോ സാൻഡ് ഫിൽറ്റർ എന്ന് പറയുന്നത് ക്ലീനിങ് ഓഫ് ഫിൽറ്റർ ഇസ് ഡൺ ബൈ സ്ക്രാപ്പിംഗ് ആൻഡ് സാൻഡ് റിമൂവൽ. അത് കറക്റ്റ് ആണ്. പിന്നെ ലാക്ക് ഓഫ് പ്രീ ട്രീറ്റ്മെന്റ്. അപ്പൊ പ്രീ ട്രീറ്റ്മെന്റ് ചെയ്യുന്നില്ല സ്ലോ സാൻഡ് ഫിൽറ്ററിൽ. നമ്മൾ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നത് സ്ക്രാപ്പിംഗും സാൻഡ് റിമൂവലും ചെയ്തിട്ടാണ്. പിന്നെ അതേമാതിരി ഗ്രേറ്റർ എഫിഷ്യൻസി ഓഫ് ബാക്ടീരിയൽ റിമൂവൽ ആസ് കമ്പയർഡ് ടു റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ. അപ്പൊ നല്ല എഫിഷ്യൻസി കൂടുതലാണ് ബാക്ടീരിയൽ റിമൂവലിന് റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിനെക്കാളും. റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സാണ്. സ്ലോ സാൻഡ് ഫിൽറ്റർ എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്ലോ ആയിട്ടാണ് നടക്കുന്നത് പ്രോസസ്സ്. പിന്നെ എഫിഷ്യന്റ് ഇൻ കളർ, ടേസ്റ്റ് ആൻഡ് ഓർഡർ റിമൂവൽ. അപ്പം മൊത്തത്തിലൊരു എഫിഷ്യൻസി ഉള്ള ഒരു സംഭവമാണ് ഇത്. അപ്പം 1, 2, 3 and 4 ഇത് 4ഉം കറക്റ്റ് ആണ്. അപ്പം A ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് എന്നായിരുന്നു. അപ്പൊ 4ഉം കറക്റ്റ് ആണ്. ഇനി 44th question. If W is the percentage of water required for normal consistency of cement, water to be added for determining the initial setting time is. അപ്പം W എന്ന് പറയുന്നത് നോർമൽ കൺസിസ്റ്റൻസിയിലെ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ റിക്വയർഡ് ആണെങ്കിൽ 0.85W ആയിരിക്കും ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിന് വേണ്ടത്. അപ്പം D ആണ് കറക്റ്റ് ആൻസർ. ഇനി 45th question. Hardness of water is caused by presence of calcium Ca2+ and magnesium Mg2+ ion. Which are the least soluble forms of calcium and magnesium at normal water temperature? അപ്പം കാർബണേറ്റ്സും ബൈകാർബണേറ്റ്സും എടുക്കുമ്പോൾ കാർബണേറ്റ്സ് ആണ് ലീസ്റ്റ് സോളിബിൾ ആയിട്ടുള്ളത്, ബൈകാർബണേറ്റ്സിനെക്കാളും ലീസ്റ്റ് സോളിബിൾ ആയിട്ടുള്ളത്. അപ്പൊ ബൈകാർബണേറ്റ്സ് അത് കഴിഞ്ഞിട്ട് കാർബണേറ്റ്സ് ആവും, എന്നിട്ട് അത് ഇൻസോളിബിൾ അല്ലെങ്കിൽ ലീസ്റ്റ് സോളിബിൾ ഫോമിലാക്ക് ആവുന്നതാണ്. അപ്പൊ നമ്മൾക്ക് എന്തായാലും ഹൈഡ്രോ കാർബണേറ്റ്സ് അല്ല, അത് കുറച്ചുകൂടി സോളിബിൾ ആണ്. അപ്പൊ കാർബണേറ്റ്സ് ആണുള്ളത്. പിന്നെയുള്ളത് ഈ 2 ഓപ്ഷനും ആണുള്ളത്. അപ്പം അതിൽ NGO ട്വൈസ് എന്ന് പറയുന്നത് ലീസ്റ്റ് സോളിബിൾ ആയിട്ടുള്ള ഒരു ഫോമാണ്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പം D ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് 46th question. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് കണ്ടിട്ടുണ്ട്. The number of bricks required per cubic meter of brick masonry is. അപ്പൊ ബ്രിക്കിന് സാധാരണ നമ്മൾ എടുക്കുന്ന സൈസ് 19x9x9 ആണ്. അതിൽ നമ്മൾ ബ്രിക്ക് മേസൺറിയിൽ എടുക്കുമ്പോൾ മോട്ടാർ തിക്നെസ് രണ്ട് സൈഡിൽ നിന്നും കൂടി എടുക്കുമ്പോൾ
നമ്മൾക്ക് 1 centimeter എടുക്കുമ്പം സെന്റർ ടു സെന്റർ 1 centimeter എടുക്കുമ്പോൾ 20 into 10 into 10 ആകും നമ്മൾക്ക് ബ്രിക്കിന്റെ മൊത്തത്തിൽ സൈസ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ 1 meter ക്യൂബിൽ എത്ര ഉണ്ട് അപ്പോൾ എന്ന് നോക്കുക. അപ്പൊ 1 divided by 0.2 into 0.1 into 0.1 ഇത്ര സിമ്പിൾ ആണ് അത്. അപ്പൊ 1000/2 വരും, 500 വരും. സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 47th question. The spacing of tile drains to relieve waterlogged land is directly proportional to the. അപ്പം spacing tile drains in the spacing directly proportional to the coefficient of permeability of the soil to be drained. അപ്പൊ ഏത് soil ആണ് drain ചെയ്യുന്നത് അതിന്റെ coefficient of permeability നോട് proportional ആണ്. അപ്പൊ D ആണ് correct. 48th question. Which one of the following correctly defines acute? അപ്പൊ എക്യുക്ലൂഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇംപെർമിയബിൾ ആണ്. അപ്പൊ ഇതിൽ 4 ഓപ്ഷനിൽ ഈ ഡി ആണ് കറക്റ്റ് ആൻസർ. ജിയോളജിക്കൽ ഫോർമേഷൻ വിച്ച് ഇസ് എസെൻഷ്യലി ഇംപെർമിയബിൾ ടു ദ ഫ്ലോ ഓഫ് വാട്ടർ. അപ്പൊ ഇനി അടുത്തത് 49th question. Which one of the following section performs better on the ductility criterion? അപ്പം ഡക്റ്റിലിറ്റി കൂടുതൽ എന്തായിരിക്കും? അണ്ടർ റീഎൻഫോഴ്സ്ഡിനായിരിക്കും. കാരണം അണ്ടർ റീഎൻഫോഴ്സ്ഡിന് സ്റ്റീലാണ് ഫസ്റ്റ് ഫെയിൽ ചെയ്യുക, അതുകൊണ്ട് തന്നെ അതൊരു ഡക്റ്റിലിറ്റി ക്രൈറ്റീരിയനിൽ ഫെയിൽ ചെയ്യുന്നതാണ്. അപ്പം പെർഫോം ബെറ്റർ ഇൻ ഡക്റ്റിലിറ്റി ക്രൈറ്റീരിയൻ സി ആണ് കറക്റ്റ് ആൻസർ, അണ്ടർ റീഎൻഫോഴ്സ് സെക്ഷൻ. ഇനി അടുത്തത് 50th question ക്യാൻസൽഡ് ആണ്. 51st question. Which one of the following filters should be recommended for protected rural water supply project? അപ്പം ഇതിൽ കൂടുതൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് നന്നായിട്ട് ബാക്ടീരിയൽ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വരുന്നത് സ്ലോ സാൻഡ് ഫിൽറ്റർ ആണ്. അപ്പൊ ബി ആണ് കറക്റ്റ് ആൻസർ. പിന്നെ 52nd question. For cement concrete, the stress strain curve is approximately linear up to. അപ്പോൾ 1/3 of ultimate stress ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 53rd question. The consistent of cement which act as binder are. അപ്പം ഡി ആണ് ബൈൻഡർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് സിമെന്റിൽ ട്രൈക്കാൽഷ്യം സിലിക്കേറ്റ്, ഡൈക്കാൽഷ്യം സിലിക്കേറ്റ്, ട്രൈക്കാൽഷ്യം അലുമിനേറ്റ് ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 54th question. As per IS 456, the cross-sectional area of longitudinal steel in a column should not be less than. അപ്പം മിനിമം longitudinal steel 0.8% of area of column ആണ്. A ആണ് correct answer. ഇനി 55th question. The relationship between modulus of rupture FCR, splitting strength FCS and direct tensile strength FCT is given by. അപ്പം ഇതിൽ ടെൻസൈൽ സ്ട്രെങ്ത് സിമെന്റിന് അല്ലെങ്കിൽ കോൺക്രീറ്റിന് ലീസ്റ്റ് ആയിരിക്കും. പിന്നെ റപ്ചർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മാക്സിമം ആയിരിക്കും. അപ്പൊ സ്പ്ലിറ്റിംഗ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ മിഡിൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു ഉള്ളിലുള്ള എവിടെയെങ്കിലും ആയിരിക്കും. അപ്പൊ നമ്മൾക്ക് അങ്ങനെ വെച്ചിട്ട് തന്നെ ഓർത്തിട്ട് എഴുതിയാൽ FCR is greater than FCS is greater than FCT. അപ്പം ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 56th one. The ratio of diameter of reinforcing bars and the slab thickness is. അപ്പം 1/8. Diameter of reinforcing bar is equal to slab thickness divided by 8. പിന്നെ അടുത്തത് 57th question. Consider the following statements. അപ്പം welded structures are usually lighter than riveted structures. അപ്പം welded section കുറച്ചുകൂടി ലൈറ്റർ ആണ്. പിന്നെ അതുമാതിരി അടുത്തത് weldings allow the arrangement of structured components in such a manner that the joints provide maximum efficiency. അപ്പം maximum efficiencyയിലാണ് നമ്മൾ വെക്കുന്നത്. ഇനി അടുത്ത തേർഡ് വൺ. ഡ്യൂറിങ് വെൽഡിങ് the member do not get distorted. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അപ്പം of the statements A option 1, 2 and 3 are correct. So A ആണ് correct answer. Any 58th question. When the effect of wind or earthquake loads are considered in the design of rivets and bolts for steel structures, by what percentage the permissible stresses may be exceeded? അപ്പം അത് 25% ആണ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക കേട്ടോ. ഇനി അടുത്ത 59th question. Traps are used in household drainage system too. But traps fall gasesന്റെ entry prevent ചെയ്യാനാണ്. To prevent the entry of fall gases in the house. ഇത് എപ്പം കാണാറുണ്ട്, ഇത് ട്രാപ്സിനെ കുറിച്ചിട്ട് എല്ലാ സ്ഥലത്തും ഇത് കാണാറുണ്ട്. ഇനി 60th question. Reflection cracking is observed in. അപ്പൊ റിഫ്ലക്ഷൻ ക്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു റിജിഡ് പേയ്മെന്റ് അല്ലെങ്കിൽ ഒരു സിമെന്റ് കോൺക്രീറ്റ് പേയ്മെന്റിന്റെ മേളിൽ ഒരു ക്രാക്ക് ഉണ്ട്. അപ്പൊ ഒരു ക്രാക്ക് ഉണ്ട്, അതിന്റെ മേളിൽ അതിനെ നമ്മൾക്ക് റിപ്പയർ ചെയ്തുകൊണ്ട് നമ്മളൊരു ഓവർലേ, ഒരു ബിറ്റുമിനസ് ഓവർലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓവർലേ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ഈ ഒരു ക്രാക്കിംഗ് അടിയത്തെ ക്രാക്കിങ്ങിന്റെ ആ ഒരു സ്ട്രെസ് കാരണം മുകളിലൊരു സ്ട്രെസ് ഉണ്ടാവും. ഈ ഒരു ക്രാക്കിംഗ് കാരണം മുകളിലൊരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഇതേ ഒരു പാറ്റേണിൽ തന്നെ ക്രാക്കിംഗ് അല്ലെങ്കിൽ ഹോൾസ് മുകളിൽ ഫോം ചെയ്ത് നമ്മുടെ റോഡ് അല്ലെങ്കിൽ പേയ്മെന്റ് മോശമായി പോകും. അപ്പം അതിനെയാണ് ഈ റിഫ്ലക്ഷൻ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. അത് ഒബ്സർവ് ചെയ്യുന്നത് ഏതിലാണ്? ബിറ്റുമിനസ് ഓവർലി ഓവർ സിമെന്റ് കോൺക്രീറ്റ് പേയ്മെന്റ്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 61st question. Consider the following situations. അപ്പോൾ അതിൽ traffic volume entering from all roads is less than 300 vehicles per hour. Pedestrian volume is high. Total right turning traffic is high. A road is in hilly region. A rotary is more suitable than controlled by signals in situations listed against. അപ്പോൾ rotary more suitable ആവുക traffic volume is less than 300 vehicles per hour. പിന്നെ ടോട്ടൽ റൈറ്റ് ടേണിംഗ് ട്രാഫിക് ഹൈ ആണെങ്കിലും ആണ്. അപ്പോൾ 1 and 3 ആണ് കറക്റ്റ് ആൻസർ. എ ആണ് കറക്റ്റ്. പിന്നെ 62nd question. For different concrete specimens, each hydrated by the same degree, the permeability is. അപ്പോൾ ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ലോവർ വിത്ത് ലോവർ വാട്ടർ സിമെന്റ് റേഷ്യോ ആൻഡ് ഹയർ സിമെന്റ് കണ്ടന്റ്. ഇനി അടുത്ത 64th question. A building with a gabled roof will experience pressure on its leeward slope, which is always പോസിറ്റീവ് ആണോ, ഓൾവേസ് നെഗറ്റീവ് ആണോ, സംടൈം പോസിറ്റീവ് ആൻഡ് സംടൈംസ് നെഗറ്റീവ് ആണോ, അല്ലെങ്കിൽ സീറോ ആണോ? അപ്പൊ ഗേബിൾഡ് ആയിട്ട് ഇങ്ങനെയുള്ളൊരു ബിൽഡിങ്ങിൽ ഇവിടെ വിൻഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ വിൻഡ് ഇവിടെ ഈ ഒരു സൈഡിൽ, ഈ ലീവേർഡ് സൈഡിൽ എന്താണ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ സൈഡിലൊക്കെ അത് പോസിറ്റീവ് പ്രഷർ, ഇവിടെ പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ ആയിരിക്കും റൂഫിന്റെ സ്ലോപ്പ് അനുസരിച്ചിട്ടൊക്കെ. പക്ഷേ ഇവിടെ എന്തായാലും ഇതൊരു സക്ഷൻ അല്ലെങ്കിൽ ഇതിനെ ലിഫ്റ്റ് ചെയ്യാൻ, ഈ ഒരു റൂഫിനെ ലിഫ്റ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ആയിരിക്കും കാണിക്കുക. ബിൽഡിംഗ് വിത്ത് എ ഗേബിൾഡ് റൂഫ് വിൽ എക്സ്പീരിയൻസ് പ്രഷർ ഓൺ ഇറ്റ്സ് ലീവേർഡ് സ്ലോപ്പ് വിച്ച് ഇസ് ഓൾവേസ് നെഗറ്റീവ്, അതായത് ഓൾവേസ് സക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ബി ആണ് കറക്റ്റ് ആൻസർ. And 65th question. Consider the following statements. Entrainment of air in concrete is done so as to. അപ്പം ഇതിൽ കോൺക്രീറ്റിൽ നമ്മൾ കൂടുതൽ വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ഫ്രീസ് ചെയ്യുന്ന സമയത്ത് 9% എക്സ്പാൻഷൻ സംഭവിച്ചിട്ട് അത് ക്രാക്കിങ്ങിനൊക്കെ ഇടവരുത്തും. അപ്പം ഈ വാട്ടറിന്റെ സ്ഥലത്ത് എയർ ആണ് ഉള്ളതെങ്കിൽ നമ്മൾക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. റെസിസ്റ്റൻസ് ടു ഫ്രീസിങ് വരും. റെസിസ്റ്റൻസ് ടു ഫ്രീസിങ് ആൻഡ് ത്രോയിങ് എന്നുള്ള കണ്ടീഷൻ വരും. പിന്നെ എയർ ഉണ്ടെങ്കിൽ വോക്കബിലിറ്റിയും കൂടും. പക്ഷെ അത് സ്ട്രെങ്തിനെ എഫക്ട് ചെയ്യുന്നില്ല, സ്ട്രെങ്തിന് കൂട്ടുന്നില്ല അത്. അപ്പം entrainment of air in concrete is done so as to increase the workability and increase the resistance to freezing and thawing. അപ്പം സി ആണ് കറക്റ്റ് ആൻസർ. 1 and 3 only. ഇനി അടുത്തത് 66th question. Consider the following statements in work breakdown structure. അപ്പം വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ വർക്ക് ഉണ്ടാവുന്ന ഒരു വലിയൊരു വർക്കിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ് ചെറിയ വർക്കായിട്ട്. അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പിൽ നിന്ന് ഡൗൺ ആയിട്ടുള്ള അപ്രോച്ചാണ് നമ്മൾക്ക് എടുക്കുന്നത്. പിന്നെ ഒരു കോംപ്ലക്സ് പ്രോജക്റ്റിൽ ഒരു വലിയൊരു സംഭവത്തിന് നമ്മളത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ പാർട്സ് ആക്കിയിട്ട് നമ്മൾ ആക്ടിവിറ്റി ഈസിലി കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പം the top down approach is planning is adopted and it is suitable for complex projects. 2 and 4 ആണ് correct answer. Any 67th question. A thin cylinder of thickness T, width B and internal radius R is subjected to a pressure P on the entire internal surface. What is the change in radius of the cylinder? അപ്പോൾ സിലിണ്ടർ ഇങ്ങനെ ഒരു സിലിണ്ടർ ആണ്, തിൻ സിലിണ്ടർ ആണ്, ഉള്ളിൽ പ്രഷർ പി ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഹൂപ്പ് സ്ട്രെസ് എന്ന് പറയുന്നത് എച്ച്, എൽ എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. അങ്ങനെ ഹൂപ്പ് സ്ട്രെസ്സും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും ആക്ട് ചെയ്യുന്നുണ്ട്. ഹൂപ്പ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്ട് ചെയ്യുന്ന ഒരു സ്ട്രെസ് ആണ്, അതിന്റെ സർക്കംഫറൻസിൽ അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് വേറെ പേരാണ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്ന്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന ഈ സിലിണ്ടറിന് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് ഹൂപ്പ് സ്ട്രെസ് എങ്കിൽ ഇങ്ങനെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. അപ്പൊ ഈ രണ്ട് സ്ട്രെസ് ആണ് ഉണ്ടാകുന്നത്. അപ്പം ചേഞ്ച് ഇൻ സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ഡെൽറ്റ ഡി ബൈ ഡി എന്ന് പറയുന്നത് സിഗ്മ എച്ച് ബൈ ഇ മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ എൽ ബൈ ഇ ആണ്. അപ്പൊ നമുക്ക് സിഗ്മ എച്ച് എന്ന് പറയുന്നത് പി ആർ ബൈ ഡി ആണ് ഹൂപ്പ് സ്ട്രെസ്.
സിഗ്മ എൽ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് PR/2T ആണ്. അപ്പൊ നമുക്ക് ഡെൽറ്റ D/D അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ സ്ട്രെയിനിനെ ഡെൽറ്റ R/R എന്ന് എടുക്കാം. കാരണം ഡയമീറ്ററിന്റെ പകുതിയാണല്ലോ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ ഡെൽറ്റ R/R ഇസ് ഈക്വൽ ടു PR/TE മൈനസ് ന്യൂ ഇൻറ്റു PR/2TE എന്ന് എഴുതാം. അപ്പൊ നമുക്ക് അത് PR/T പുറത്തെടുത്താൽ 1 മൈനസ് ന്യൂ ബൈ 2 എന്ന് എടുക്കുക, അല്ലെങ്കിൽ PR/2TE ഇൻറ്റു 2 മൈനസ് ന്യൂ എന്ന് എടുക്കുക. അപ്പം R ഈ സൈഡിലേക്ക് എടുക്കുക, ഡെൽറ്റ R/R ഉള്ളത് R ഈ സൈഡിലേക്ക് എടുക്കുമ്പോൾ PR²/2TE ഇൻറ്റു 2 മൈനസ് ന്യൂ വരും. അപ്പം C ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത 68th question. Consider the following task. Placing of reinforcement P for roof slab cannot start before bending of reinforcement and erection of framework. അതായത് ഇറക്ഷൻ ഓഫ് ഇങ്ങനെ ആലോചിക്കുക, ഫ്രെയിംവർക്ക് ഇറക്റ്റ് ചെയ്യണം, പിന്നെ അതേമാതിരി തന്നെ സെയിം ടൈം നമുക്ക് ബാറ് ബെൻഡ് ചെയ്ത് റീഎൻഫോഴ്സ്മെന്റ് ബാറ് ബെൻഡ് ചെയ്ത് വെച്ചാൽ ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് റീഎൻഫോഴ്സ്മെന്റ് റൂഫ് സ്ലാബിൽ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി as soon as placing of reinforcement is finished, concreting C will follow. അപ്പം റീഎൻഫോഴ്സ്മെന്റ് ഫേസ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് കോൺക്രീറ്റിംഗ് ചെയ്യണം. അപ്പം കറക്റ്റ് ഓർഡർ ഇതിൽ എങ്ങനെയാണെന്നുള്ളത്, അപ്പം ഇതിൽ ബിയും ഇയും നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ചെയ്തതിന് ശേഷം ചെയ്യുന്ന കാര്യമാണ് പ്ലേസിംഗ് ഓഫ് റീഎൻഫോഴ്സ്മെന്റ് പി. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യമാണ് കോൺക്രീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ബിയും ഇയും ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പി ചെയ്തു, അത് കഴിഞ്ഞിട്ട് സി ചെയ്തു. അപ്പൊ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 69th question. Tersagi's consolidation theory is applicable to one-dimensional consolidation test for small load increment ratios. A ആണ് correct answer. ഇനി 17th question. Which one of the following pairs is not correctly matched? സ്ട്രെയിൻ ഹാർഡനിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റിഫനിങ് എഫക്റ്റ് ആണ്. സ്റ്റിഫനിങ് എഫക്റ്റ് ആണ് അതിന് ഉള്ളത്. പിന്നെ ഓർത്തോട്രോപ്പിക് എന്ന് പറയുന്നത് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഇൻ 3 പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ഇതൊക്കെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പഠിപ്പിച്ചിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കാം കേട്ടോ. പിന്നെ ഐസോട്രോപിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടി ഇൻ ഓൾ ഡയറക്ഷൻസ് അറ്റ് എ പോയിന്റ്. അപ്പൊ വിസ്കോ ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണ് ഇതെല്ലാം നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. സ്മോൾ പ്ലാസ്റ്റിക് സോൺ ആണ്. അപ്പൊ വിസ്കോ ഇലാസ്റ്റിക് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, പിന്നെ വിസ്കസ് ആയിട്ടുള്ള ടൈം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പ്രോപ്പർട്ടിയും ഉണ്ട്. അപ്പം പ്യോർ ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. പിന്നെ വിസ്കോ ഇലാസ്റ്റിക് ആണെങ്കിൽ ഒരു ഇലാസ്റ്റിക് പോർഷനും ഉണ്ടാകും, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് എനർജി ലോസ് ഉണ്ടാകും. ഇതിൻ്റെ ഉള്ളിലത്തെ ഏരിയ റെപ്രസെന്റ് ചെയ്യുന്നത് എനർജി ലോസ് ആണ്. ഇത് വന്ന പാത്ത് തന്നെയല്ല ഫോളോ ചെയ്യുക, കുറച്ച് എനർജി ഡിസിപ്പേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകും. അപ്പൊ ഇതിൻ്റെ ഉള്ളിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ എനർജി ലോസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിഫോർമേഷൻ വന്നിട്ടുണ്ടാവും അവിടെ. അപ്പൊ സ്മോൾ പ്ലാസ്റ്റിക് സോൺ എന്നുള്ളത് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. ഈ ആണ് കറക്റ്റ് ആൻസർ. In the 71st question, two circular footings of diameter D1 and D2 are resting on the surface of a purely cohesive soil. The ratio D1 by D2 is 2 if the ultimate load carrying capacity of the footing of diameter D1 is 200 kilonewton per meter square. Then the ultimate bearing capacity in kilonewton per meter square of the footing of diameter D2 will be. അപ്പം ഇതിൽ പ്യോർ കൊഹസീവ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ സൈസിനെ ഡയമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പൊ നമുക്ക് 200 kilonewton per meter square ആണ് ഫൂട്ടിംഗ് ഓഫ് ഡയമീറ്റർ D1ന്റെ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എങ്കിൽ അത് തന്നെയായിരിക്കും D2ൻ്റെതും. അപ്പൊ 200 ബി ആണ് കറക്റ്റ് ആൻസർ. In the 72nd question, in the case of a pile foundation, negative skin friction will occur at a load which is, അപ്പം ഡെസിഗ്നേറ്റഡ് ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ് എനി മാഗ്നിറ്റ്യൂഡ് ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 73rd question. Consider the following statements. Under-reamed piles are designed as bearing piles. അപ്പോൾ അത് കറക്റ്റ് ആണ്. ബിയറിംഗ് പൈൽസ് ആണ് അണ്ടർ-റീംഡ് പൈൽസ്. ഇൻ മൾട്ടിപ്പിൾ ബൾബ് അണ്ടർ-റീംഡ് പൈൽസ്, the bulbs are spaced at 1.5 to 2 times the diameter of the under-ream, the center of the first under-ream being at a minimum depth of 1.75 meter. അതും കറക്റ്റ് ആണ്. ഇനി the length of the traditional under-reamed pile range from 3 to 4 meter. അങ്ങനെയൊന്നുമില്ല, ട്രഡീഷണൽ അണ്ടർ-റീം പൈൽ അങ്ങനെയൊന്നുമില്ല. അപ്പം അത് കറക്റ്റ് ആണ്. വിച്ച് ഇസ് കറക്റ്റ് എന്നുള്ളത് 1 and 2 ആണ് കറക്റ്റ്. ഇനി 74th question. Working from wall to part is followed as a fundamental principle of surveying so as to. അപ്പൊ വോൾ ഒരു വലിയൊരു സംഭവത്തിൽ നിന്ന് അതിനെ പാർട്ടാക്കി ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറർ ഇപ്പൊ ഒരു ഇങ്ങനെ ഒരു വലിയൊരു
ഏരിയനെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ് ഇങ്ങനെ കുറേ ഏരിയ ആയിട്ടുള്ളതെങ്കിൽ. അപ്പം ഇവിടെ ഇപ്പം നമ്മൾ കുറച്ച് കൂടി പോയി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കുറഞ്ഞോളും. അപ്പം എറർ അക്യുമുലേറ്റ് ആവില്ല. ഒന്നിൽ പോസിറ്റീവ് എറർ വന്നാൽ ഒന്നിൽ നെഗറ്റീവ് എറർ വന്നാൽ അപ്പം മൊത്തത്തിലൊന്നും എന്താ പറയുക അക്യുമുലേഷൻ ഉണ്ടാവില്ല. അതേമാതിരി ഇതൊരു കോമ്പൻസേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഇതായിരിക്കും. അപ്പം ഇതിൽ കറക്റ്റ് ചെയ്താന്ന് ചോദിച്ചാൽ പ്രിവെന്റ് അക്യുമുലേഷൻ ഓഫ് എററും കോമ്പൻസേറ്റ് എറേഴ്സ് ഇൻ എ വേ. അപ്പൊ 3 and 4 ആണ് കറക്റ്റ് ആൻസർ. എററിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൊന്നുമല്ല, അപ്പൊ അത് നോക്കുക റോങ് ആയിരിക്കും. അപ്പം 3 and 4 ആണ് കറക്റ്റ് ആൻസർ. ഇനി 75th question. A propped cantilever beam of span L is loaded with UDL of intensity W per unit length all through the span. Bending moment at the fixed end will be. അപ്പോൾ പ്രോപ്ഡ് കാൻറ്റിലിവർ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഫിക്സ്ഡ് ഒരു സ്ഥലത്ത് മറ്റൊരിടത്തിൽ റോളർ W per length L ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്നുണ്ട് UDL. അപ്പം നമ്മൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ അപ്രോച്ച് എങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം റിയാക്ഷൻ ഇത് ഇൻഡിറ്റർമിനേറ്റ് ആണ്. വൺ ഇൻഡിറ്റർമിനസി സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഉള്ളൊരു കേസാണ്. അപ്പം നമ്മൾക്ക് ഈ റോളറിലുള്ള സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കണം. അപ്പം അത് കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇത് താഴില്ല, ഈ ഒരു സപ്പോർട്ട് താഴില്ല. അപ്പം ഈ സപ്പോർട്ട് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ എത്ര ഡിഫ്ലക്ഷൻ വരുമോ അത്ര ഡിഫ്ലക്ഷൻ ഇവിടെ ഒരു പോയിന്റ് ലോഡ് കൊടുത്ത്, അതായത് ഈ റിയാക്ഷൻ ആണ് ഈ പോയിന്റ് ലോഡ്, ആ പോയിന്റ് ലോഡ് മുകളിലോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ആ മുകളിലോട്ട് ഈ ലോഡ് വെക്കുന്ന കാരണമാണ് ഇത് താഴാത്തത്. അപ്പൊ എത്രമാത്രം ഇതില്ലെങ്കിൽ അത് താഴും എന്നുള്ളതാണ് WL4/8EI. ഇനി ഈ വെറും പോയിന്റ് ലോഡ് ഇതിങ്ങനെ കൊടുക്കുമ്പോൾ എത്രമാത്രം ഇത് പൊന്തും എന്നുള്ളത് ആണ് RB, അതായത് റിയാക്ഷൻ അറ്റ് B, L3/3EI. അപ്പൊ ഇത് കാരണമാണ് ഇത് താഴാത്തത്. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആയാൽ മാത്രമേ ഈ പോയിന്റ് ഇവിടെ തന്നെ നിൽക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് RB L3/3EI is equal to WL4/8EI. അപ്പൊ നമുക്ക് RBന്റെ വാല്യൂ കിട്ടും 3/8 WL എന്ന്. അപ്പം RBന്റെ വാല്യൂ 3/8 WL ആണ്. ഇവിടെ W per ലെങ്ത് ആണ്, ഇത് L ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെയുള്ള മൊമെന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. മൊമെന്റ് അറ്റ് A is equal to ഇതിന്റെ വാല്യൂ 3/8 WL into L മൈനസ് WL²/2. WL ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്ന ഇൻറ്റു L/2. അപ്പൊ അത് ചെയ്ത് നമുക്ക് മൈനസ് WL²/8 MA എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ ആൻസർ WL²/8 A ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 76th question. If a 3-hinged parabolic arch is subjected to uniformly distributed load of W per meter over entire horizontal span, then horizontal thrust will be. ഇത് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചെയ്തെല്ലാം ഇതേ ഒരു ക്വസ്റ്റ്യൻ പോലെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് എല്ലാത്തിലും റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ തന്നെ ബൈഹാർട്ട് എഴുതി വെക്കുന്നതായിരിക്കും നല്ലതാവുക. അപ്പം 3-hinged ആർച്ച് എന്ന് പറയുന്ന സമയത്ത് നമുക്കത് സിമെട്രിക് ആണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള ഒരു വലിയ ആർച്ചിനെ ഞാൻ പകുതിയാക്കിയത്. കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടു നോക്കൂ കേട്ടോ. അപ്പൊ ഈ ഒരു പകുതി ഇത്ര ഭാഗം മാത്രമാക്കി എടുത്തതാണത്. അപ്പൊ L/2 ഡിസ്റ്റൻസിൽ ഹൈറ്റ് സ്മോൾ എച്ചിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ H എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എടുത്തു. ഈ സപ്പോർട്ടിലുള്ള റിയാക്ഷൻ RA എന്ന് പറഞ്ഞ മുകളിലോട്ട് എടുത്തു. L/2 ഡിസ്റ്റൻസിൽ W per ലെങ്ത് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ RA എന്ന് പറയുന്നത് ഈ ലോഡ് കാരണം ഉള്ളതല്ലേ. അപ്പൊ W into L/2 ആയിരിക്കും, ലോഡ് ഇൻറ്റു ആ ഡിസ്റ്റൻസ്. അപ്പൊ WL/2 അതാണ് RAന്റെ വാല്യൂ. ഇനി ടോട്ടൽ മൊമെന്റ് അബൌട്ട് ഈ പോയിന്റ് 0 ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേക്കിംഗ് ക്ലോക്ക് വൈസ് പോസിറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ RA into L/2, ഈ ലോഡ് ഇൻറ്റു L/2 ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഈ H ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ഇതിന്റെ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പ്ലസ് ഈ W L/2 ഇൻറ്റു L/4. അപ്പം നമ്മളത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് WL²/8 ആയിരിക്കും. RAന്റെ വാല്യൂ WL/2 ആണ്. അപ്പം WL²/4 വരും. അപ്പം WL²/4 മൈനസ് WL²/8 വരും. അപ്പം WL²/8 H വരും, ക്യാപിറ്റൽ Hന്റെ വാല്യൂ. ഈ H താഴെ പോവുമല്ലോ, സ്മോൾ H. അപ്പം എൻ്റെ വാല്യൂ WL²/8 H വരും. അപ്പം കുറച്ചുകൂടി ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ മുന്നത്തെ വീഡിയോസ് കണ്ടു നോക്കാം. അപ്പം WL²/8 H ആണ് കറക്റ്റ് ആൻസർ D. ഇനി അടുത്തത് 77th question. A simply supported beam of length A plus B carries a concentrated load W at distance A from one end. If EI is a flexural rigidity of the beam, then deflection under the load will be. അപ്പൊ ഇതിൽ ഇങ്ങനെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഇങ്ങനെ W ആക്ട് ചെയ്യുന്നുണ്ട് A ഡിസ്റ്റൻസ് ഫ്രം വൺ എൻഡ് എങ്കിൽ
ഇതിന്റെ റിയാക്ഷൻസ് നമുക്കറിയാം, ഇവിടെ WB/L ഉം ഇവിടെ WA/L ഉം ആണ്. ഇതിന്റെ ഡിഫ്ലക്ഷൻ അണ്ടർ ദിസ് ലോഡ് എന്ന് പറയുന്നത് WA²B²/3EI/L ആണ്. അപ്പം L എന്ന് പറഞ്ഞാൽ A+B ആണ്. അപ്പൊ ഇതില് ഇതാണ് D ആണ് കറക്റ്റ് ആൻസർ. ഇനി 78 ക്വസ്റ്റ്യൻ. ഇൻ ദ യൂലേഴ്സ് ഫോർമുല ഫോർ ബക്ലിംഗ് ലോഡ് P is equal to N⁻²EI/L². വാല്യൂ ഓഫ് ഫാക്ടർ N ലീസ്റ്റ് ഇൻ കേസ് ഓഫ് എ കോളം വിത്ത്. അപ്പം ഇതില് Nന്റെ വാല്യൂ ലീസ്റ്റ് ചെയ്തില്ലാന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഹിഞ്ച്ഡിന്റെ കേസില്ലേ, ഹിഞ്ച്ഡിന്റെ കേസാണ് നമ്മുടെ എഫക്റ്റീവ് ലെങ്ത് സ്മോൾ l is equal to ഇഫക്റ്റീവ് ലെങ്ത് ആവുന്ന കേസ്. അപ്പൊ ഈ ഒരു ഷേപ്പ് ആവുന്നത് എന്താണോ അതാണ് അതിന്റെ ഇഫക്റ്റീവ് ലെങ്ത്. അപ്പൊ ഫിക്സ്ഡ് എൻഡ് വരുന്ന സമയത്ത് ഇതിന്റെ ഈ നടുവുള്ള പോർഷൻ, അതായത് L/2 ലെങ്ത്തിലാണ് ഇഫക്റ്റീവ് ലെങ്ത്. അപ്പൊ LE എന്ന് പറയുന്നത്. അപ്പം L/2 2 വരുമ്പം N4 വരും. അപ്പം ബോത്ത് എൻഡ് ഫിക്സ്ഡിന് N4 ആണ്. പിന്നെ അതേമാതിരി വൺ എൻഡ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഫ്രീ ആണെങ്കിൽ, വൺ എൻഡ് ഫിക്സ്ഡും അതർ എൻഡ് ഫ്രീയും ആണെങ്കിൽ ഈ ഒരു ഷേപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ആക്കണം. അതായത് ഇഫക്റ്റീവ് ലെങ്ത് ഇസ് ഈക്വൽ ടു 2 ടൈംസ് ലെങ്ത് ആണ് ഇഫക്റ്റീവ് ലെങ്ത്. അപ്പം L² എന്ന് പറയുന്നത് 2L² വരും. അപ്പൊ 1/4 വരും Nന്റെ വാല്യൂ. ഇനി വൺ എൻഡ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഹിഞ്ച്ഡ് ആണെങ്കിൽ, വൺ എൻഡ് ഫിക്സ്ഡും അതർ എൻഡ് ഇവിടെ ഹിഞ്ച്ഡും മറ്റേ എൻഡ് ഫിക്സ്ഡും ആണെങ്കിൽ എങ്ങനെ വരും? ഇവിടെ ഫിക്സ്ഡ് ആയിട്ട് ഇങ്ങനെ വരും. അപ്പം ഇതൊരു 0.7 ലെങ്ത്തിലാണ്, 0.7 ലെങ്ത് ആണ് ഇഫക്റ്റീവ് ലെങ്ത് ആയിട്ട് വരിക. അപ്പൊ 0.7L² 1/0.7L², അതായത് 1/0.7 സ്ക്വയറിന്റെ അതായിരിക്കും Nന്റെ വാല്യൂ ഉണ്ടാവുക. പിന്നെ ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് ആണെങ്കിൽ അത് 1 ആയിരിക്കും. അപ്പൊ ഇതിൽ Nന്റെ വാല്യൂ ലീസ്റ്റ് എന്തിലാണുള്ളത്? 1/4 ആവുമ്പോഴാണുള്ളത്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. B ആണ് കറക്റ്റ് ആൻസർ. Any 79th question, if porosity is denoted by N and specific gravity of soil solids is denoted by G, then hydraulic gradient of the deposits to develop boiling of sand is given by. അപ്പം IC hydraulic gradient, critical hydraulic gradient value G-1 into 1 - N ആണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കാം. ഇനി 80th question, average yield for standard tube wells is of the order of 50 liter per second ആണ്. B ആണ് correct answer. ഇനി 82nd question, which of the following statement explain the term pyrolysis? Pyrolysis എന്ന് പറയുന്നത് ഓക്സിജൻ ഫ്രീ അറ്റ്മോസ്ഫിയറിലുള്ള ഹീറ്റിംഗ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം A ആണ് കറക്റ്റ് ആൻസർ. സോളിഡ് വേസ്റ്റ് ഇസ് ഹീറ്റഡ് ഇൻ ക്ലോസ്ഡ് കണ്ടെയ്നർ ഇൻ ഓക്സിജൻ ഫ്രീ അറ്റ്മോസ്ഫിയർ. A ആണ് കറക്റ്റ്. ഇങ്ങനെ വെട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് പോയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പിന്നെ 83rd question, ഓസോൺ ലെയർ ഇൻ ദ അപ്പർ അറ്റ്മോസ്ഫിയർ ഇസ് ഗെറ്റിംഗ് ഡിസ്ട്രോയിഡ് ഓവിങ് ടു ഇറ്റ്സ് റിയാക്ഷൻ വിത്ത് chlorofluorocarbons ആണ്. D ആണ് കറക്റ്റ് ആൻസർ. ഇനി 84th question, a combined value of flakiness and elongation index is to be determined for a sample of aggregates. The sequence in which the two tests is conducted is, ആദ്യം ഫ്ലാക്കിനെസ് ഇൻഡെക്സിന്റെ ടെസ്റ്റ് നടത്തും, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫ്രാക്ഷൻ നോൺ ഫ്ലാക്കി അഗ്രിഗേറ്റ്സിന് നമ്മൾ ഇലോങ്ങേഷൻ ടെസ്റ്റ് നടത്തും. അപ്പൊ C ആണ് കറക്റ്റ് ആൻസർ. ഫ്ലാക്കിനെസ് ഇൻഡെക്സ് ടെസ്റ്റ് followed by elongation index test on the non-flaky aggregate. ഇനി അടുത്ത 85th question, as per IRC 67/2001, a traffic indicating the speed limit on the road should be off. അപ്പം സ്പീഡ് ലിമിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുക സർക്കുലർ ഷേപ്പിൽ റെഡ് ബോർഡറും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും വെച്ചിട്ടാണ്. E ആണ് കറക്റ്റ് ആൻസർ. ഇനി 86th question, if the jam density is given as Kf and free flow speed is given as μf, then mean flow for a linear traffic speed density model is given by 1/4 time of Kf μf. A ആണ് കറക്റ്റ് ആൻസർ. ഇനി 87th question, the formation width of double lane NH embankment is 12 meter or more ആണ്. D ആണ്. 89th question, in pressure penstock 4500 meter long, water is flowing at a velocity of 4 meter per second. If the velocity of the pressure wave traveling
in the pipe due to sudden complete closure of the valve on the downstream end is given as 1500 meter per second. What would be the period of oscillation in second under frictionless condition? അപ്പം ഒരു പെൻസ്റ്റോക്കിൻ്റെ ഉള്ളിലൂടെ 4500 ആണ് അതിൻ്റെ ലെങ്ത്. അതിലൂടെ വാട്ടർ 4 മീറ്റർ പെർ സെക്കൻഡിൽ ഫ്ലോ ചെയ്യുകയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് വെലോസിറ്റി ഓഫ് പ്രഷർ വേവ് ട്രാവലിംഗ് ഇൻ ദ പൈപ്പ് ഡ്യൂ ടു സഡൻ complete closure of the valve on the downstream side. അപ്പോൾ 1500 മീറ്റർ പെർ സെക്കൻഡിലാണ് പ്രഷർ വേവ് ട്രാവൽ ചെയ്യുന്നത്. വെലോസിറ്റി ഓഫ് പ്രഷർ വേവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓക്സിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേവ് ട്രാവൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ക്ലോസ് ചെയ്യുകയാണ്. നമ്മൾ എന്താ പറയുക, വെലോസിറ്റി ഓഫ് പ്രഷർ വോൾ സഡൻ ക്ലോഷർ ഓഫ് വാൾവ് ഓൺ ദ ഡൗൺ സ്ട്രീം എൻഡ്. അപ്പോൾ ഡൗൺ സ്ട്രീം എൻഡിൽ സഡൻ ക്ലോഷർ ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓക്സിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ ടൈം വേവ് is taking to start from the closed valve and reach back at the same location after traversing the entire length of penstock twice. അപ്പം നമ്മൾ ഈ പീരീഡ് ഓഫ് ഓക്സിലേഷൻ എന്ന് പറയുന്നത് 2 പ്രാവശ്യം ഈ പെൻസ്റ്റോക്കിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടി ഈ വേവ് എടുക്കുന്ന സമയമാണ്. അപ്പം 4500 മീറ്റർ 2 തവണ അത് ട്രാവൽ ചെയ്യും. പിന്നെ ഇതാണ് ടോട്ടൽ ലെങ്ത് ഡിവൈഡഡ് ബൈ എത്ര വെലോസിറ്റിയിൽ. അപ്പോൾ 1500 ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 2 into 4500 ഡിവൈഡഡ് ബൈ 1500. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 6 കിട്ടും ആൻസർ. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത 90th ക്വസ്റ്റ്യൻ. എ ഷാഫ്റ്റ് ടേൺസ് അറ്റ് 150 RPM അണ്ടർ എ ടോർക്ക് ഓഫ് 1500 ന്യൂട്ടൺ മീറ്റർ. പവർ ട്രാൻസ്മിറ്റഡ് ഇസ്. അപ്പോൾ 2π NT/60 ആണ്. N എന്ന് പറയുന്നത് 150 RPM തന്നിട്ടുണ്ട്, റൊട്ടേഷൻസ് പെർ മിനിറ്റ്. ടി എന്ന് പറയുന്ന ടോർക്ക് തന്നിട്ടുണ്ട് 1500. അപ്പോൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ആൻസർ കിട്ടും 7.5 പൈ കിലോ വാട്ട് എന്ന്. സി ആണ് കറക്റ്റ് ആൻസർ. ഇത് വാട്ടിൽ കിട്ടും, അത് കിലോ വാട്ടിൽ കൺവേർട്ട് ചെയ്യുക. അപ്പം സി കറക്റ്റ് ആൻസർ കിട്ടും. ഇനി 91st ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? In a gusseted base, when the end of the column is machined for complete bearing in the base plate, the axial load is assumed to be transferred to the base plate. C ആണ് കറക്റ്റ് ആൻസർ. 50% by direct bearing and 50% through fastening ആണ്. C ആണ് correct answer. Any 92nd question. Which one of the following shovel excavators is considered most efficient in load carriers as loading carriers? അപ്പം ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാക്ക് അതാണ് കറക്റ്റ് ആൻസർ. ഇത് തന്നെ ഒരു ബക്കറ്റ് പോലത്തെ ഒരു സാധനമാണ് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ബക്കറ്റ് പോലെ ഉണ്ടാവും. നെറ്റിലടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ പിക്ചറൊക്കെ കിട്ടും. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പം അത് ഇങ്ങനെ അതാണ് മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് പറയുന്നത് ബാക്ക് ഹൂ എന്ന് പറയുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഷോവൽ എക്സ്കവേറ്റർ ഇസ് കൺസിഡർഡ് മോർ എഫിഷ്യൻറ്റ് ഇൻ ലോഡിംഗ് കാരിയേഴ്സ്? സി ആണ് ബാക്ക് ഹൂ. ഇനി 93rd ക്വസ്റ്റ്യൻ. Which type of brick masonry bond is provided for heavy loads on masonry? English bond ആണ്. ഈ ആണ് correct answer. 94th question. The working range of the crane is limited horizontally for maximum lift only by counterweight. D ആണ് correct answer. ഇനി 95th question. The displacement method is also referred as. ഡിസ്പ്ലേസ്മെന്റിന്റെ ടേം ഉള്ളതാണ് സ്ലോപ്പും ഡിഫ്ലക്ഷനും. അപ്പോൾ അതാണ് അതിന്റെ മെത്തേഡ്. D ആണ് correct answer. 96th question. The allowable shear strength in the web of mild steel beam decreases with increase in h/t ratio. അപ്പം അതിന്റെ h/t എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, അതിന്റെ ആ ഒരു ഹൈറ്റും തിക്നെസ്സും ഒക്കെ വെച്ചിട്ട് അത് കൂടുമ്പം കൂടുതൽ ഒരു സ്ലെൻഡർ പോലെയാണ് ആവുന്നത്. അപ്പം allowable shear strength ഡിക്രീസ് ചെയ്യും അങ്ങനെ വരുന്ന സമയത്ത്. ഇനി അടുത്തത് 97th question. For an I-beam, the shear factor is 1.12 if the allowable strength with factor of safety in bending as 1.5 is increased by 20% in wind and earthquake loads. The modified load factor is. അപ്പോൾ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഷേപ്പ് ഫാക്ടർ ഇൻറ്റു ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് തന്നിട്ടുണ്ട് ഇൻ ബെൻഡിങ് 1.5 ആണെന്ന്. അപ്പോൾ 1.5 is equal to yield strength
by allowable stress ആണ്. അപ്പം allowable stress ഇത് ഫസ്റ്റ് കേസ് ആണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി 1 ആണ് 1.5. അപ്പൊ allowable stress ഇപ്പോൾ 20% കൂട്ടുകയാണെങ്കിൽ 1.2 ടൈംസ് ഓഫ് allowable stress ആയിരിക്കും. ഫാക്ടർ ഓഫ് സേഫ്റ്റി 2 രണ്ടാമത്തെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്രയാണ് കണ്ടുപിടിക്കണം. അപ്പം ആദ്യത്തെ ഈ yield stress by allowable stress നമുക്കറിയാം 1.5 ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 1.5 by 1.2 കിട്ടും. അതാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി 2. അത് 1.25 ആൻസർ കിട്ടി. അപ്പൊ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡിഫൈഡ് ലോഡ് ഫാക്ടർ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷേപ്പ് ഫാക്ടർ ഇൻറ്റു ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. അപ്പൊ ഷേപ്പ് ഫാക്ടർ തന്നിട്ടുണ്ട് 1.12 ഇൻറ്റു ഫാക്ടർ ഓഫ് ന്യൂ ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.25. അപ്പൊ 1.4 ആൻസർ കിട്ടും. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 98 ക്വസ്റ്റ്യൻ ഹാസ് ദ യൂണിറ്റ് ഓഫ് പോയ്സ് എന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റിന്റെ യൂണിറ്റ് ആണ്. അതിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇതിന്റെ CGS യൂണിറ്റ് ആണ് പോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂട്ടന്റെ സ്ഥലത്ത് ഡൈൻ വരും, മീറ്റർ സ്ക്വയറിന്റെ സ്ഥലത്ത് സെന്റിമീറ്റർ സ്ക്വയർ വരും. അപ്പൊ ഈ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 99th അപ്പൊ 99th ക്വസ്റ്റ്യൻ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പെൽറ്റൻ ടർബൈൻ എന്ന് പറയുന്നത് നോ ഡ്രാഫ്റ്റ് ട്യൂബ് ആണ്. പിന്നെ അതേമാതിരി ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത് മിക്സ്ഡ് ഫ്ലോ ആണുള്ളത്. പിന്നെ കപ്ലാൻ ടർബൈൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് അണ്ടർ ലോ ഹെഡ് ആൻഡ് ഹൈ ഡിസ്ചാർജ് ആണ്. പിന്നെ ബാങ്കി ടർബൈൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് അണ്ടർ ഹൈ ഹെഡ് ആൻഡ് ലാർജ് ഡിസ്ചാർജ് ആണ്. അപ്പൊ അത് സി ഓപ്ഷൻ ആണ് correct. In 100th question, consider the following statement. Activated sludge process can be said to comprise conversion of dissolved organic matter into biological flux ആണ്. പിന്നെ removal of dissolved BOD of the waste water ആണ്. പിന്നെ digestion of the sludge. അപ്പൊ activated sludge process ഉള്ളതാണ് ഈ മൂന്ന് പ്രോസസ്സും. അപ്പം ഇത് മൂന്നും correct ആണ്. അപ്പം B ഓപ്ഷൻ ആണ് correct answer 1, 2 and 3. അപ്പൊ അത്രയാണുള്ളത്. അപ്പം എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സ് കൂടി നോക്കുക. എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ തീർച്ചയായിട്ടും റെഫർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കൺസിഡർ ചെയ്യുക. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ.